മാഷെ സി പി എം നേതാവ് അല്ലെങ്കിൽ സി പി എമ്മുകാർ മുഴുവൻ ഇപ്പോൾ ഇസ്ലാം മത വിരുദ്ധരാണ്. അതുകൊണ്ട് അവർ പല പ്രസ്താവനകളും ഇസ്ലാമിനെതിരെ നടത്തുന്നുണ്ട്. ഇപ്പോൾ പാലോളി മുഹമ്മദ് കുട്ടി സി പി എം നേതാവും മുതിർന്ന നേതാവുമായി അദ്ദേഹം പറയുന്നു പാകിസ്ഥാന് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദം ആവശ്യം ഉന്നയിച്ചത് മലപ്പുറം ജില്ലക്കാരാണെന്ന്. വലിയ വിവാദം ഉണ്ടാക്കിയിരിക്കുകയാണ്. അദ്ദേഹം മാപ്പ് പറയണമെന്നൊക്കെ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ മുസ്ലിം ലീഗാണ് ഏറ്റവും കൂടുതൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനെ അദ്ദേഹം പ്രതിക്കൂട്ടി നിർത്തുന്നുണ്ട്. അപ്പോൾ ഈ മലപ്പുറംകാർക്ക് ഇത് എന്തിൻ്റെ കേടാ? അല്ല പാലോട് മോഹനാണ് കേട്? അല്ല, ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഇതെല്ലാം വളരെ പ്രസക്തമായി തീരുന്നത്. നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടീഷുകാരുടെ ബോധപൂർവമായിട്ടുള്ള ഇടപെടലാണ് നമ്മുടെ രാഷ്ട്രത്തെ രണ്ടായിട്ട് വിഭജിച്ചത്. കാരണം അതായത് അവരുടെ ചരിത്രകാരന്മാർ പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. ആ ഇന്ത്യയിലാണ് ഇന്ന് പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ഒക്കെ ഭാഗമായിരുന്ന ഇന്ത്യയുടെ ഒരു ഭാഗം കിടക്കുന്നത്, മറ്റത് ഇന്ത്യയിലും. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം ഇതാണ്: ഇന്ത്യയും പാകിസ്ഥാനും എന്ന നിലയ്ക്ക് രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടിട്ട് നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കൂ എന്ന് പറയാം. എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അതിൻ്റെ ക്രൂരതകൾ മുഴുവൻ അനുഭവിച്ചത്. അങ്ങനെ പാകിസ്ഥാൻ ജിന്നയുടെ ആവശ്യപ്രകാരം, ജിന്ന മുസ്ലിം ലീഗ് നേതാവായിരുന്നു, അവർ ശക്തമായിട്ട് അവരുടേതായ ഒരു രാഷ്ട്രം ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ആ രാഷ്ട്രം ഉണ്ടായത്. മുസ്ലിം ലീഗിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ അന്നുണ്ടായിരുന്നവരും ആ ആവശ്യത്തിൻ്റെ കൂടെ നിന്നിരുന്നവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നാട്ടുരാജാക്കന്മാർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. നിങ്ങൾക്ക് പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുന്നത് പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കാം, ഇന്ത്യയുടെ കൂടെ നിൽക്കണേ ഇന്ത്യയുടെ കൂടെ നിൽക്കാം, അതല്ല നിങ്ങൾക്ക് സ്വതന്ത്രമായി നിൽക്കണേ സ്വതന്ത്രമായി നിൽക്കാം എന്നവരോട് പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈദരാബാദിലെ നൈസാം സ്വതന്ത്ര രാജ്യമായിട്ട് നിന്നു. എനിക്ക് സ്വന്തം രാജ്യം വേണം എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ത്യക്കകത്ത് കിടക്കുന്ന ഒരു കഷ്ണമാണ്. അവനങ്ങനെ സ്വതന്ത്ര രാജ്യം കൊടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭദ്രതയ്ക്കും ഇന്ത്യയുടെ രാഷ്ട്രമായിട്ടുള്ള അതിൻ്റെ സങ്കല്പത്തിനുമൊക്കെ വളരെ അപകടമുണ്ടാക്കും എന്ന് മനസ്സിലാക്കി പട്ടേലും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കേരളീയനുമൊക്കെ കൂടി ചേർന്നിട്ട് അവരെ ശരിപ്പെടുത്താൻ തീരുമാനിക്കുകയും അങ്ങനെ പട്ടേൽ അറിയപ്പെട്ടിരുന്നതിനെ ഉരുക്ക് മനുഷ്യൻ എന്ന നിലയ്ക്ക്. അപ്പോൾ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ പല പ്രാവശ്യം സംസാരിച്ചു, നൈസാമൊക്കെ സമ്മതിച്ചില്ല. അവസാനം ഇന്ത്യൻ പട്ടാളം മാർച്ച് ചെയ്തിട്ടാണ് ഹൈദരാബാദ് എന്ത് ചെയ്ത് ഇന്ത്യയുടെ ഭാഗമായിട്ട് മാർച്ച് ചെയ്തത്. ജുനഗഡ് എന്ന് പറയുന്ന സ്ഥലമുണ്ടായിരുന്നു. അത് ഇതേപോലെ തന്നെ വേറിട്ടൊരു രാജ്യമായിട്ട് നിൽക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ നമ്മളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഇങ്ങോട്ട് കാശ്മീർ അതുപോലെ തന്നെയാണ്. അതിന് ചില ഉപാധികൾ വെച്ചിട്ട് അവരൊക്കെ നമ്മുടെ കൂടെ നിൽക്കുക, അങ്ങനെ വരെയാണ് ചെയ്തത്. ആ ഉപാധികളൊക്കെ വെക്കുന്ന സമയത്ത് തന്നെ ഈ മുസ്ലിം ലീഗ് അന്നിങ്ങനെ വാദം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം കണ്ട് അവരെ പിന്നെ എന്ത് ചെയ്തു, ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറി. അങ്ങനെയാണ് ദേശീയ മുസ്ലിം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത്. അവർ ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന മുസ്ലിങ്ങളായി മാറിത്തീരുകയും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇതിനിടയ്ക്കാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കേരളത്തിൽ വരുന്നു. EMS ഗവൺമെൻറ്റാണ് അത് സാക്ഷാത്കരിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ പാലോളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്നത് CPMലെ സമുന്നതനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹം ഒരിക്കലും ഒരു വർഗീയവാദിയല്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയ നിലപാടെടുക്കുന്ന വ്യക്തിയായിരുന്നു. ഒരു പൈസയുടെ അഴിമതി പോലും നടത്താതെ അദ്ദേഹം ജീവിച്ചൊരു മനുഷ്യൻ കൂടിയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അന്ന് മുസ്ലിം ലീഗ് അങ്ങനത്തെ നിലപാടെടുത്തിരുന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഈ മുസ്ലിം തീവ്രവാദം ശക്തി പ്രാപിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മലപ്പുറം എന്ന് പറയുന്ന ഒരു പ്രവിശ്യ വ്യത്യസ്തമാണ് എന്ന തരത്തിൽ പലപ്പോഴും വർത്തമാനങ്ങൾ വരുന്നു. ആ വർത്തമാനങ്ങൾ പല ഘട്ടങ്ങളിലും ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് മുഴുവനും നാണക്കേടുണ്ടാക്കുന്നതും അവമാനിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഞാൻ താമസിക്കുന്ന പ്രദേശം പാകിസ്ഥാനാണെന്ന് പറഞ്ഞാൽ എനിക്കത് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ചർച്ച ചെയ്തത്, കേരളം മിനി പാകിസ്ഥാനാണെന്ന് പറഞ്ഞിട്ട് എന്താണ് മഹാരാഷ്ട്രയിൽ ഇരിക്കുന്ന ഒരു BJP നേതാവ് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ഇവർ പറയാൻ ഇവർക്കെന്താ കാര്യം, ഇവർക്കെന്താ അവകാശം? അത് അവിടെ നമ്മൾ താമസിക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മളുടെ ദേശീയ ബോധത്തെ അവർ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്, നമ്മളൊരു വിചാരണ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് മലപ്പുറത്ത് താമസിക്കുന്ന ആൾ. മലപ്പുറത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല, അവിടെ വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. ഹിന്ദുക്കൾ താമസിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ക്രിസ്ത്യാനികളുണ്ട്,
മറ്റ് മതത്തിൽപ്പെട്ട ആളുകളൊക്കെ ഒരുപാട് താമസിക്കുന്നത്. അവരൊക്കെ ചേർത്തിട്ടാണ് ഇത് പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് ശരിയായ സമീപനമല്ല. പക്ഷേ മുസ്ലിം ലീഗും അതേപോലെ തന്നെ ഈ മുസ്ലിം ആശയവുമായി മുന്നോട്ട് നീങ്ങുന്നതായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയത്. ഇപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ അത് SDPI അതേപോലെ തന്നെ എന്താണ് PDP ഉണ്ടായിരുന്നു അല്ലേ, മദനിയുടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് അവരിൽ അത്തരത്തിലുള്ളൊരു സ്പിരിറ്റ് കുത്തിവെക്കുകയും ഇങ്ങനെ തീവ്രവാദം ഉയർന്നു വരികയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിന് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ ഇന്ത്യക്കാരനായിട്ട് ജീവിക്കുന്ന സമയത്ത്, കേരളീയനായിട്ട് ജീവിക്കുന്ന സമയത്ത് അത് കേരളത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അത് ആ രീതിയിൽ പോകണം. ഇന്നലെയോ നാളെ അത് ആ രീതിയിൽ സംസാരിക്കപ്പെടുന്ന ഒരു സാഹചര്യം വേണം. മറിച്ചുണ്ടായിക്കഴിഞ്ഞാൽ അത് അവർക്കും നല്ലതല്ല, മറ്റുള്ളവർക്കും നല്ലതല്ല എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ഒരു പാർട്ടാണ് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ. മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാവരും താമസിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല. മലപ്പുറം എന്ന് പറയുന്നത് കേരളത്തിലെ പാകിസ്ഥാനാണെന്ന് പറയുന്നതിന് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇതെങ്ങനെയായിരിക്കും ഈ CPM-നെ അത് കോൺഗ്രസിനെയാണോ ഇത് പ്രതിരോധത്തിലാക്കുന്നത്? അല്ല, CPM വല്ലാത്ത തരത്തിൽ കുഴപ്പത്തിൽ ഏർപ്പെട്ട ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ തന്നെ അതിശക്തമായിട്ട് അതിനെ എതിർത്തിരുന്നതാണ്. അതായത് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ രാഷ്ട്രീയ നേതൃത്വം കണക്ക് കൂട്ടിയത് മുസ്ലിം പ്രീണനത്തിലൂടെ മുസ്ലിങ്ങളുടെ വോട്ട് തങ്ങൾക്ക് വന്നു ചേരുമെന്നും തങ്ങൾ വിജയിക്കും എന്നും ആണ് അവർ ഈ പുതിയ നേതാക്കൾ കരുതിയത്. പക്ഷേ CPM-ൻ്റെ മുൻ നിലപാടുണ്ട്. മുൻ നിലപാടെന്ന് പറഞ്ഞാൽ ഹിന്ദു തീവ്രവാദമായാലും മുസ്ലിം തീവ്രവാദമായി കഴിഞ്ഞാലും അത് രണ്ടും വർഗീയവാദമാണ്. ഒന്ന് ഭൂരിപക്ഷ വർഗീയതയാണ്, മറ്റൊന്ന് ന്യൂനപക്ഷ വർഗീയതയാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും വർഗീയതയാണ്. അതുകൊണ്ട് അത് എതിർക്കപ്പെടേണ്ടതാണെന്ന സമീപനമാണ് മുൻപ് CPM ഉണ്ടായത്. അത് അവർ കൈമോശം വരുത്തിയ ഒരു കാലമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പും അതിനു മുമ്പുള്ള കാലം. മാത്രമല്ല പല ഘട്ടങ്ങളിലും അവർ ഈ ഓരോ പ്രദേശത്തും ഒരു വാർഡിൽ ആരാണ് കൂടുതലുള്ളത്, ക്രിസ്ത്യാനിയാണോ കൂടുതലെങ്കിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിനെ നിർത്താൻ നോക്കും, മുസ്ലിമാണ് കൂടുതലെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥിനെ നിർത്താൻ നോക്കും, ഇഴവരാണ് കൂടുതലെങ്കിൽ ഇഴവ സ്ഥാനാർത്ഥിനെ നിർത്താൻ നോക്കും, പുലയരാണ് കൂടുതലെങ്കിൽ പുലയരെ നിർത്താനായിട്ട് നോക്കും. അങ്ങനെ ആരാണ് കൂടുതലെന്ന് നോക്കി സ്ഥാനാർത്ഥിനെ തീരുമാനിക്കുന്ന തീരുമാനം തന്നെ വർഗീയ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ പല ഘട്ടങ്ങളിലും ഒരു മുൻപ് പെട്ടുപോയിട്ടുണ്ട്. അത് പക്ഷേ തുടർന്ന് ഒരു വർഗീയത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വളർന്ന് വികസിച്ചു. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നതെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മുസ്ലിമിനെ സ്വാധീനിക്കുന്നതിനും പ്രീണിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു സമീപനമുണ്ടായി. അങ്ങനെയാണ് സഖാവ് ഇളമരം കരീം കോഴിക്കോട് ലോക്സഭാ നിയമമണ്ഡലത്തിലേക്ക് മത്സരിക്കുന്ന സമയത്ത് അവിടെ എല്ലാ സ്ഥലത്തും അവർ എഴുതി വെച്ച ബോർഡ് കരീമിക്കക്ക് വോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. കരീമിക്ക എന്ന് പറഞ്ഞൊരു സാധനം വന്നു. ഈ കരീമിക്ക എന്ന് പറയുന്ന സഖാവ് ഇളമരം കരീം എങ്ങനെ കരീമിക്കയായി എന്ന് ആളിൽ ചോദിച്ചെന്ന് വെച്ചാൽ CPM-കാർ തന്നെ ചോദിച്ചു. CPM-കാരായ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലായി. അപ്പോൾ പലരും പറഞ്ഞു അപ്പുറത്ത് രാഘവേട്ടൻ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്ത് രാഘവേട്ടന് വോട്ട് കൊടുക്കാമെന്ന്. കോൺഗ്രസ് നേരത്തെ എങ്ങനെയാണ്, കോൺഗ്രസ് അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്തുമായിരുന്നു. കോൺഗ്രസിൻ്റെ രീതിയാണ്, കോൺഗ്രസ് അതാണ്. പക്ഷേ CPM അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ CPM-ന് വന്നിരിക്കുന്ന ഈ രൂപപരിണാമം, മെറ്റമോർഫോസിസ് നമ്മൾ വിശേഷിപ്പിക്കുന്ന സാധനം, അത് വലിയ അപകടം അവർക്ക് ഉണ്ടാക്കി എന്നുള്ളത് തിരഞ്ഞെടുപ്പ് ഇപ്പോൾ അവർക്ക് മനസ്സിലായി. തങ്ങൾ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ നടക്കുന്നവരാണ് എന്ന് ഒരു വാദം അല്ലെങ്കിൽ ഒരു പ്രചാരണം വരികയും മുസ്ലിം പ്രീണന കക്ഷി എന്ന് പറയുന്ന പേര് CPM-ൻ്റെ പേരിൽ ചാർത്തപ്പെടുകയും ചെയ്തപ്പോൾ അവർ അമ്പരന്ന് പോയി. കാരണം എന്ന് വെച്ചാൽ ഹിന്ദു വോട്ടുകൾ അവരിൽ നിന്നിങ്ങനെ ഒലിച്ചു പോകാൻ തുടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ പോലെയുള്ള അവരുടെ ചെങ്കോട്ടയിൽ പോലും ഒരുപാട് വോട്ടുകളാണ് ഒഴുകി ശോഭാ സുരേന്ദ്രൻ്റെ പെട്ടിയിൽ വീണത്. പല സ്ഥലങ്ങളിലും അങ്ങനെ സംഭവിച്ചു. പല സ്ഥലങ്ങളിലും അങ്ങനെ സംഭവിച്ചപ്പോഴാണ് CPM ഞെട്ടുകയും തിരിച്ചറിയുകയും ചെയ്തത്. തങ്ങളുടെ ഐഡൻറ്റിറ്റി നേരത്തെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറഞ്ഞാൽ CPM ആണ് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇവരിങ്ങനെ കഴിഞ്ഞു. ആ ഹിന്ദു പാർട്ടിയുടെ വോട്ടിലേക്ക് അല്പം മുസ്ലിം വോട്ടും അല്പം ക്രിസ്ത്യൻ വോട്ടും കിട്ടിക്കഴിഞ്ഞാൽ ജയിക്കാം. സ്ഥിരമായിട്ട് ജയിക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗിനെ അവരുടെ കൂടെ കൂട്ടാനായിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒക്കെ പൊളിഞ്ഞു. അവരൊരു കാര്യം മനസ്സിലാക്കി, മുസ്ലിങ്ങൾ ഒറ്റ അളവ് വോട്ട് ചെയ്യില്ലെന്ന് മനസ്സിലാക്കി. അവർ നടത്തിയ എന്താണ് ഈ പാലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ, പ്രസംഗങ്ങൾ, CAA അനുകൂല പ്രകടനങ്ങളും പ്രസംഗങ്ങളൊക്കെ പോയില്ലേ അവരെടുത്ത്. അതൊക്കെ നടത്തിയിട്ട് അവർക്ക് എന്ത് ഗുണം കിട്ടി എന്ന് അവരുടെ സഹാക്കൾ അവരോട് ചോദിക്കാനായിട്ട് തുടങ്ങി.
അപ്പോഴാണ് അവർക്ക് മനസ്സിലായി തങ്ങളുടെ ഐഡൻറ്റിറ്റി പൊളിഞ്ഞു പോയല്ലോ എന്ന്. ആ ഐഡൻറ്റിറ്റി തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഒരു ഭാഗവും മുസ്ലിം പ്രീണനത്തിൻ്റെ തോട് പൊളിച്ച് ദൂരെ എറിയാനും വേണ്ടിയിട്ടാണ് അതിശക്തവും രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഈ വിഷയങ്ങൾ അവർ അവതരിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് അവരുടെ പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് അവർ പറഞ്ഞാൽ മതി. അതൊരു ക്ലാസ് പൊളിറ്റിക്സാണ് വർഗ രാഷ്ട്രീയം എന്ന് പറയുന്നത്. തൊഴിലാളി വർഗ രാഷ്ട്രീയം കൃത്യമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചാൽ അതിനകത്ത് മുസ്ലിം തൊഴിലാളി, ഹിന്ദു തൊഴിലാളി, ക്രിസ്ത്യൻ തൊഴിലാളി എന്നൊന്നുമില്ല. തൊഴിലാളിയാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് ഈ നേതൃത്വത്തിന് കഴുതകൾ എന്നാണ് ഞാൻ അവരെ വിളിക്കുന്നത്. അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവർ ഇവിടെ നിന്ന് തേച്ച് കഴുകി പോവും. അപ്പം അവർക്ക് ഈ മതം പറയലല്ല അവൻ്റെ ജോലി. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുക, സമൂഹത്തിൽ കഷ്ടപ്പെടുകയും ദുരിതമനുഭവപ്പെടുന്നതായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി പോരാടിക്കുക, അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുക. എങ്കിൽ മാത്രമേ ആ പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ എന്ന് ആ പാർട്ടി തിരിച്ചറിയുന്നതാണ് നല്ലത്. അല്ലാണ്ട് മതം കൊണ്ട് അവരുടെ വിശപ്പ് മാറ്റാനായിട്ട് കഴിയില്ല. അവർക്ക് കഴിയാത്ത കാര്യം അവർ ചെയ്യാനായിട്ട് പോകാൻ പാടില്ല എന്ന തിരിച്ചറിവിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഇത്തരം പ്രസ്താവനകൾ പുറത്തേക്ക് വരുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്.